ഹായ് ഗൈസ്, അപ്പോ നമ്മള് ഒരു പോഡ്കാസ്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഇത് വേറെ ആരുമല്ല, കുറച്ചു ദിവസം മുമ്പ് ഞാൻ ഒരു വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്റെ ഹോസ്റ്റലും എന്റെ കലാലയവും കോളേജും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടായിരുന്നു അന്ന് ചെയ്തിരുന്നത്. അപ്പൊ അവിടെ പഠിച്ചിരുന്ന ആൾക്കാരായിട്ട് ഈ ഇരിക്കുന്നവരൊക്കെ. അപ്പൊ ഇവര് എന്നെ ഇൻഫ്ലുവൻസർ ആയിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു അല്ലേ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇത് റാട്ട്. ശ്രീകുമാറെ, ഫസ്റ്റ് ചോദ്യം എന്നോടാണ്. ബമ്പിള്, ടിൻഡർ, അരികെ, ഈ മൂന്ന് ആപ്ലിക്കേഷൻ ഒരു സാധാരണക്കായിട്ടുള്ള ഒരാൾക്കാർക്ക് അത് എത്രത്തോളം അത് ആവശ്യമാണ്? ഫുഡ് ഡെലിവറി എന്തല്ലേ? ഫുഡ് ഡെലിവറി അങ്ങനല്ലേ? ഇതിന് ഫോട്ടോ എടുത്ത് അതിലാണ് ഫുഡ് ഡെലിവറി ചെയ്യടാ. ഞാൻ നിങ്ങളോട് ചോദിക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോരുത്തരുടെ ലൈഫില് കോളേജിൽ ഫസ്റ്റ് വന്ന ദിവസം മുതൽ ഇന്ന് ഇപ്പൊ കുറെ വർഷമായി നമ്മളവിടെ പഠിച്ചിറങ്ങി. 2016 നമ്മളവിടെ തുടങ്ങിയത്. കേക്കണ്ട? 2016 നമ്മളവിടെ വന്ന് തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഇപ്പൊ ഏകദേശം ഒരു 10 വർഷം പറയും നമ്മളവിടെ വന്ന് ജോയിൻ ചെയ്ത സമയം നോക്കുകയാണെങ്കിൽ 9 വർഷം കഴിഞ്ഞ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അവിടെ നിന്ന് നോക്കുമ്പോ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ചേഞ്ചോ അല്ലെങ്കിൽ ആ ഒരു ടൈമിലുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു പരിപാടി അത് പറയും. അന്ന് പട്ടിണി പറവട്ടായിരുന്നോ? നവീന അന്ന് പട്ടിണി പെട്ടില്ല. ഇന്ന് കിങ്സ്, ഇന്ന് ജ്യോതിമാൻ, ഇന്ന് കിങ്സ്. നിനക്ക് എന്താ വ്യത്യാസം ഉണ്ടായത്? ഒരു മിനിറ്റടാ, അന്ന് അടുക്കാക്കിളി ഫസ്റ്റ് കുട്ടപ്പന്റെ പിറന്നാളാഘോഷം ഓർക്കണ്ട എല്ലാവരും. കുട്ടപ്പൻ ഓഫായത് ഫസ്റ്റ് വരെയാണ്. ജോസും ഞാനും ചെയ്തു റൂമിൽ ഫസ്റ്റ് വന്നു. എന്നിട്ട് ഒരു ഉച്ചയായി പറഞ്ഞാൽ ഉച്ചവരെ ക്ലാസ് തുറന്ന ടൈമല്ലോ. അപ്പൊ ഓരോ 2-3 പേര് ഓടി വരെയാണ് റൂമിന്റെ ഉള്ളിലേക്ക്. ഓടി വരുന്നത് എന്നെ കോപ്പാന്ന് നമുക്ക് മനസ്സിലാവില്ല. ഓടി ഞങ്ങള് റൂമിലേക്ക് ഇരിക്കുക, ആരും അറിയാനില്ലല്ലോ. ഓടി വന്നിട്ട് ഇത് വന്നിട്ട് ഇവിടെ ഡോറ് വന്നിട്ട് ഏതാ നമ്മുടെ വേറെ സാധനമുണ്ട്. തലോസ് ഞങ്ങളവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കുക, നമ്മൾ ആരും അലമ്പൊന്നുമില്ല. ഇവൻ വന്നിട്ട് മെയിൻ ആയിട്ട് ബെഡിലൊക്കെ ഇടുന്ന സാധനം സീനറക്കി പറഞ്ഞിട്ട ഞാൻ രാജു, ബെഡിൽ നടക്കിങ്ങനെ വെച്ചിട്ട് വാഴ പോലെ കിടക്കുന്നത്. നമ്മുടെ ടീമാര് അൻസർ, തടിയൻ, മണ്ണുത്തി, ഞാൻ സഹലി ഈ വെള്ളം എടുത്ത് തരാനും ഗ്ലാസ് എടുത്ത് തരാനും അങ്ങനത്തെ ഒരു ഇത്. രണ്ടായിരം സഹലുണ്ടോ? എല്ലാവരും ഇന്നിപ്പോ ശരിക്കും നിങ്ങൾ മിസ് ചെയ്യുന്ന ആരാണ് ഇവിടെ ഈ കൂട്ടത്തിൽ? ഒരാളല്ല, എല്ലാരും തങ്കരൊക്കെ ഉണ്ടായിരുന്നു മോനെ. ഞാൻ ഇവരോട് ഒരു ഏറ്റവും ടഫായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാൻ പോണ്. അതായത് എടാ നിങ്ങൾ ശ്രദ്ധിച്ചേട്ടോട്ടാ, നിങ്ങൾക്ക് ഏത് ദിവസവും നമ്മുടെ കോളേജിൽ പോയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിവസം എന്ന് പറയാം എല്ലാവരും. ഏത് ദിവസം ഒന്ന് ഓർത്തെടുത്ത് പറയണം. അതെന്തുകൊണ്ടാണ് കാരണം പറയണം. ഓക്കെ, റെഡി അല്ലേ? ആദ്യം ശ്രീകുമാറിനോട് തന്നെ ചോദിക്കാൻ, അല്ലെങ്കിൽ ആലോചിക്കുന്ന സമയമാണ് എനിക്ക്. വേണ്ട, ആ ദിവസം എപ്പോഴും ഓർമ്മ വരണേ. ഓർമ്മയുണ്ടോ കുട്ടപ്പ? നമ്മൾ കോളേജിൽ ഫസ്റ്റ് അടി ഉണ്ടാക്കിയ ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എല്ലാവർക്കും ഓർമ്മയുണ്ട്. ആ ദിവസം നിനക്ക് ആ ദിവസം എന്താണ് അതിന്റെ സ്പെഷ്യല്? നല്ല രീതിയാ. കൊറേ കാലമായിട്ട് നമ്മൾ ഇങ്ങനെ നടക്കലായിരുന്നേ. കൊറേ എന്തെങ്കിലുമൊക്കെ പറയണം ചെയ്യണമെന്ന് വെച്ചിട്ട് ഇവന്മാരായിട്ട് പ്രശ്നത്തിൽ നടക്കലായിരുന്നേ. അങ്ങനെ വെറുതെ പോയി ഇവരെ കണ്ട എന്തോ തോട്ടി വിളിച്ച് തുടങ്ങി. അങ്ങനെ തുടങ്ങി. ഞാൻ പറഞ്ഞോ, നീ കട്ട് ചെയ്തിട്ട് അതല്ല ആലോചിക്കണം. നിന്റെ കോളേജിൽ വെച്ച് ബെസ്റ്റ് മെമ്മറി എന്താ? എന്റെ മെമ്മറി എല്ലാ മെമ്മറി ഏതല്ല എല്ലാം. ആർട്സ് നടത്തിയതാ, സ്പോർട്സ് നടത്തിയതെന്നില്ലോണോ? അതൊന്നുമില്ല, അതൊക്കെ സ്വാഭാവികം. നമ്മളൊരു പരിപാടി ഏറ്റവും എനിക്കറിയാം. എന്റെ ഒരു നല്ലൊരു മെമ്മറി എന്ന് വെച്ചാൽ ഓണം ആഘോഷമാ. ഓണം ഫസ്റ്റ് ഇയർ ഓണം, ഹോളി ഓണം, ഡ്രസ് കോഡ്, ഒരു നീലമയം. അതിന്റെ പേരിൽ ഡി ഇട്ടാൻ പോയത് ഓർക്കണ്ട. ഇടി കിട്ടി, എല്ലാം കിട്ടി, തിരിച്ചും കൊടുത്തു. കോളേജ് ഫുള്ളോന്ന് ഇടിച്ചു. അതന്നല്ല യൂണിവേഴ്സിറ്റി. നവീനോട് ഇതില് ഒരു മിസ് ഉണ്ടായിരുന്നു. ആ മിസ് അജയ്, നമ്മുടെ സുഹൃത്ത്, അവനോടത്ത് നിലത്തിരിക്കാൻ പറഞ്ഞു. നിലത്തിരിക്കാൻ പറഞ്ഞ അന്ന് മിസ്സിനെ അവിടുന്ന് പൂട്ടിയിട്ട് ആകെ നമ്മളെല്ലാരും കൂടെ അലമ്പാക്കിയില്ലേ അന്ന്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കോളേജൊക്കെ പൂട്ടി കിടക്കട്ട് നമ്മള് കയറി ചെല്ലിട്ട് വരാനുണ്ടായിരുന്നു. അന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. ആദ്യമായിട്ട് കയറിയത് അന്ന് തേരലേണ്ട ഒന്നാം ഓർക്കണ്ട നീ ഞാനൊക്കെ.
അവൻ മറക്കാൻ വരാൻ തോന്നിട്ട് ആര് പറഞ്ഞ ഫസ്റ്റ് ഇയർ പറഞ്ഞത് നീ ഫസ്റ്റ് ഇയറിനെ പറഞ്ഞേ ഞാൻ നീ ഏത് ലാഭിക്കുന്നത് ഇല്ലില്ല എന്തിനാ കയറിയത് കോളേജിലുള്ള നല്ല മെമ്മറിയാണോ ചോദിച്ചാ പോലീസ് സ്റ്റേഷനിലുള്ള മെമ്മറി ഇല്ല. അത് നമ്മുടെ ആർട്സ് ആർട്സ് നമ്മുടെ തേർഡ് ഇയറിന്റെ ആർട്സ് തേർഡ് ഇയർ ആർട്സ് ബിനീഷ് ബാസിനെ കൊള്ളുമ്പോ ആർട്സിന്റെ അറോറ